അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. മാസങ്ങളായി അന്തരീക്ഷത്തിൽ ഈ പേരിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ സ്ഥിരീകരണമില്ലാതെ അക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കരുത്, പറയരുത് എന്നത് ഉള്ളത് കൊണ്ടുകൂടിയാണ് ഒരു പരിധിവരെയൊക്കെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്തിരുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും താരപരിവേഷമുള്ള ഒരു നടനെ പോലീസ് ഒരിക്കലും തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളല്ലല്ലോ. അതുകൊണ്ട് ആ ഗൂഢാലോചനയ്ക്ക് ശക്തമായ അനിഷേധ്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ, ഇങ്ങനൊരു നടപടിയിലേക്ക് എത്തിയ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ശ്രീമതി സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകളെ അഭിനന്ദിക്കാൻ ഞാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് വലിയൊരു വിഷയമാക്കി നിലനിർത്തിയ മാധ്യമങ്ങളുടെ പങ്ക് നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ഈ വിഷയത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച PT തോമസ് MLA ഉണ്ട്, അതുപോലെ മറ്റാളുകളുണ്ട്. ഇവരൊക്കെ ശക്തമായ ഇടപെടൽ, പരിശ്രമം, പിന്നെ നിരാലംബയായ ഒരു പെൺകുട്ടി ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന്, പൊതു മനസാക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടൽ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പ്രാർത്ഥന ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ധാർമ്മിക ശക്തിയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പക്ഷെ ഇതിൽ എന്നെ അലോസരപ്പെടുത്തുന്ന കാര്യം ഇതല്ല, മലയാള സിനിമ ഈ അധോലോകത്തിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. കാരണം അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു. ഈ പൊതുസമൂഹത്തിന് ഒരു രാവണൻ കോട്ട പോലെ അജ്ഞാതമായിരുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇത് വെളിച്ചം വീശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന മാഫിയയുടെ തായ്വേഴിലേക്ക് പോകാനുള്ളൊരു സൂചന, സാധ്യതയുണ്ടോ ഈ അറസ്റ്റിലൂടെ? തീർച്ചയായിട്ടും. ഞാൻ ഏതാനും ദിവസങ്ങളായിട്ട് പല ചർച്ചകളിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. മലയാള സിനിമ ഒരു അധോലോകത്തിന്റെ പിടിയിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു താരപരിവേഷമുള്ള ഒരു നടി, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയെ ഇത്രയും പൈശാചികമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോയി അത്രയും കഠിനമായ രീതിയിൽ പീഡിപ്പിക്കുന്നു. അത് ഏതെങ്കിലും ഒരു ക്രിമിനൽ അവന്റെ ലൈംഗിക വൈകൃതത്തിന്റെ ഭാഗമായിട്ട് ചെയ്താൽ മനസ്സിലാക്കാം. അതിപ്പോ ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിന്റെ പുറകിൽ വളരെ വ്യക്തമായ ആസൂത്രണമുണ്ട്, പകയുണ്ട്, അതുപോലെ ഗൂഢാലോചനയുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ വെളിച്ചം വീശുന്നത്. ഇത് ഒരു ക്രിമിനൽ ചെയ്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഗോവിന്ദചാമി സൗമ്യയെ ആക്രമിച്ച പോലെ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത് സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ്. സൗമ്യയെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കൊല്ലണമെന്ന് ഗോവിന്ദചാമിക്ക് പരിപാടി ഉണ്ടായിരുന്നില്ല. തൊണ്ണൂറ് പാസഞ്ചറിൽ സൗമ്യ ഒറ്റയ്ക്കായതുകൊണ്ടും ഗോവിന്ദചാമി അതിൽ ചാടി കയറിയതുകൊണ്ട് സംഭവിച്ചു പോയ കാര്യമാണ്. അതിനൊരു ന്യായീകരണമുണ്ട്. ഞാൻ അതിന് ഗോവിന്ദചാമി ന്യായീകരിക്കല്ല, ഒരു തരത്തിൽ അത് നീതീകരിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ള അങ്ങനെയല്ലല്ലോ. സ്വന്തം സഹപ്രവർത്തക എത്രയോ സിനിമകളിൽ ഇദ്ദേഹത്തോട് ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, അവരെ എന്തോ പകയുടെ പേരിൽ, എന്തോ വൈരാഗ്യത്തിന്റെ പേരിൽ സ്വയമായിട്ട് ആക്രമിക്കുകയല്ല, ഒരു വാടക ഗുണ്ടയെ വിട്ട് ആക്രമിക്കുന്നു. അത് ഇത്രയും പൈശാചികമായ രീതിയിൽ ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നു, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇത് പോലീസിന്റെ മറ്റൊരു ഇടപെടൽ കൊണ്ട് ആ കള്ളി വെളിച്ചത്താവുന്നു. ചെറിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എനിക്കിങ്ങനെ പറയാൻ വളരെ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, എന്റെ നാട്ടുകാരനാണ്, എന്റെ അയൽവാസിയാണ്, എന്റെ ഒരു അകന്ന ബന്ധുവാണ് നിങ്ങൾ ഈ പറയുന്ന പ്രതി. മനസ്സിലായില്ലേ? പക്ഷെ ഇത് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം അത്ര കഠിനമാണ് അദ്ദേഹത്തിന് പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം. അപ്പൊ ഇദ്ദേഹം ആഗ്രഹത്തിന്റെ പ്രതി എന്ന് വളരെ ആഗ്രഹിച്ച ആളാണ്, ഞാൻ ആഗ്രഹം പ്രാർത്ഥിച്ച ആളാണ്. പക്ഷേ ഇത് വളരെ 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 ഭയാനകമായ ഒരു സംഭവമാണ്. അതെ, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്.